കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് 23,000-ഓളം FCAR ലൈസൻസുകളാണ് ഇന്ത്യയിൽ റദ്ദാക്കപ്പെട്ടത്. അതിൽ നല്ലൊരു പങ്കും ന്യൂനപക്ഷ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടത്, അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രക്ഷോഭത്തിൻ്റെ പാതയിലുള്ള അല്ലെങ്കിൽ പ്രതികരിക്കുന്ന സന്നദ്ധ സംഘടനകളുടേതാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇപ്പോൾ മദർ തെരേസ സ്ഥാപിച്ച സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി, മിഷണറീസ് ഓഫ് ചാരിറ്റി എന്നുള്ള സ്ഥാപനത്തിൻ്റെ FCRA ലൈസൻസ് പോലും ഇവർ റദ്ദാക്കി. വിവിധ സംസ്ഥാനങ്ങളിൽ BJP കൊണ്ടുവന്ന മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ മറ്റൊരു എഡിഷൻ പതിപ്പായിട്ട് വേണം ഇതിനെ കാണാൻ. അപ്പോൾ എനിക്ക് ആമുഖമായി പറയാനുള്ളത്, പാർലമെന്റിൽ കൊണ്ടുവന്നിരിക്കുന്ന FCRA ഭേദഗതി ബില്ലിനെ കുറിച്ചാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഇതുപോലുള്ള ഒരു നിയമ ഭേദഗതി ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. രാജവാഴ്ചയുള്ള രാജ്യങ്ങളിൽ പോലും മൗലിക അവകാശങ്ങളും കേവല അവകാശങ്ങളും കവർന്നെടുക്കുന്ന ഇതുപോലുള്ള നടപടികൾ കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. ഈ FCRA എന്ന് പറയുന്നത് ദൂരവ്യാപകമായിട്ടുള്ള ഭവിഷ്യത്തുകൾ, പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു നിയമ ഭേദഗതിയാണ്. ഇത് പ്രകാരം ന്യൂനപക്ഷങ്ങളുടെ, സന്നദ്ധ സംഘടനകളുടെ, പൗരസംഘടനകളുടെ, പരിസ്ഥിതി മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ, അങ്ങനെ വിവിധ രംഗങ്ങളിലുള്ള സ്ഥാപനങ്ങളുടെ സ്വത്തുവകകൾ കണ്ടെത്താനും ഏറ്റെടുക്കാനും വിൽക്കാനുമുള്ള പരമാധികാരം കേന്ദ്രത്തിന് നിക്ഷിപ്തമാകുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ BJP കൊണ്ടുവന്ന മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ മറ്റൊരു എഡിഷൻ പതിപ്പായിട്ട് വേണം ഇതിനെ കാണാൻ. ഈ ഒരു ഭേദഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതലമെന്ന് പറയുന്നത് ഇതിന് മുൻകാല പ്രാബല്യം നൽകുകയാണ്. എന്ന് വെച്ചാൽ 50-60 വർഷം മുമ്പ് സ്വന്തം പണം കൊണ്ട് കെട്ടിപ്പടുത്ത സ്ഥാപനങ്ങളെ പോലും പിൽക്കാലത്ത് വിദേശ സഹായം കിട്ടിയിരുന്നു എന്നുള്ള പേരിൽ ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം ലഭിക്കുന്നു. മാത്രമല്ല, നിയുക്ത ഏജൻസി എന്ന് പറയുമ്പോൾ ആ ഏജൻസി എന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലെ പാവയായ ഒരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഏതാനും ഉദ്യോഗസ്ഥന്മാരോ മാത്രമായിട്ട് ഭവിക്കുന്നു. FCRA, അതായത് വിദേശ ധനസഹായം കിട്ടാനുള്ള അനുമതി പത്രം, ലൈസൻസ് പുതുക്കൽ വൈകുകയോ സസ്പെൻഡ് ചെയ്യപ്പെടുകയോ ചെയ്താൽ പോലും കേന്ദ്ര സർക്കാരിന് ഈ സ്വത്തുവകകൾ ഏറ്റെടുക്കാനുള്ള അവകാശം ലഭിക്കും. നിലവിൽ തന്നെ തങ്ങൾക്ക് താല്പര്യമില്ലാത്ത സംഘടനകളുടെ അനുമതി 4-5 വർഷം വൈകിപ്പിക്കുക, അതുപോലെ തങ്ങൾക്കെതിരെ സംസാരിക്കുന്ന, ശബ്ദിക്കുന്ന സംഘടനകളുടെ അനുമതി റദ്ദാക്കുക, ഇതൊരു രീതിയായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് 23,000-ഓളം FCAR ലൈസൻസുകളാണ് ഇന്ത്യയിൽ റദ്ദാക്കപ്പെട്ടത്. അതിൽ നല്ലൊരു പങ്കും ന്യൂനപക്ഷ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടത്, അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രക്ഷോഭത്തിൻ്റെ പാതയിലുള്ള അല്ലെങ്കിൽ പ്രതികരിക്കുന്ന സന്നദ്ധ സംഘടനകളുടേതാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇപ്പോൾ മദർ തെരേസ സ്ഥാപിച്ച സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി, മിഷണറീസ് ഓഫ് ചാരിറ്റി എന്നുള്ള സ്ഥാപനത്തിൻ്റെ FCRA ലൈസൻസ് പോലും ഇവർ റദ്ദാക്കി. കേന്ദ്ര സർക്കാരിൻ്റെ ചില നയങ്ങളെ കുറ്റപ്പെടുത്തി എന്നുള്ള പേരിൽ ആംനസ്റ്റി ഇന്റർനാഷണൽ, അതുപോലെ ഇവിടുത്തെ അന്തരം, പണത്തിൻ്റെ അന്തരം, അതായത് ഇനീക്വാളിറ്റി വർദ്ധിക്കുന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് കൊണ്ടുവന്ന ഓക്സ്ഫാമിൻ്റെ ലൈസൻസ്, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത സ്ഥാപനങ്ങളുടെ ലൈസൻസുകൾ ഇവർ റദ്ദാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പാർലമെന്റിൽ ഒരു ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു. ഏതൊക്കെ സംഘടനകളുടെ ലൈസൻസാണ് കഴിഞ്ഞ 10 വർഷക്കാലം റദ്ദാക്കിയത്? ഏതൊക്കെ സംഘടനകൾക്കാണ് പുതുതായിട്ട് ലൈസൻസ് അനുവദിച്ചത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് കൂടി ഇത് അനുവദിക്കാൻ കഴിയില്ല, രഹസ്യ വിവരമാണെന്നുള്ള രൂപത്തിലാണ് എൻ്റെ ചോദ്യം അനുവദിക്കാതിരുന്നത്. മുൻകാലങ്ങളിൽ FCRA സംബന്ധിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പാർലമെന്റിൽ നൽകിയിരുന്നു. അതിനർത്ഥം സർക്കാരിനെ ഒളിച്ചു കളിക്കാനുണ്ട്, ഇക്കാര്യത്തിൽ യാതൊരുവിധ സുതാര്യതയും ഇല്ലെന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുക. ന്യൂനപക്ഷങ്ങളെ നിരന്തരമായ ഭയപ്പാടിൽ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം കൂടി ഇതിന് പിന്നിലുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇത് യഥാർത്ഥത്തിൽ മൗലികാവകാശങ്ങൾ, ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൗലിക അവകാശങ്ങളുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണ്. സാധാരണഗതിയിൽ ഇതുപോലുള്ള നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്യുക, അതിനുശേഷം ബില്ലിൻ്റെ യഥാർത്ഥ രൂപം നിശ്ചയിക്കാൻ വേണ്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കോ സെലക്ട് കമ്മിറ്റിക്കോ അയക്കുക, പ്രതിപക്ഷവുമായി ചർച്ച ചെയ്യുക, ഇങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു. ഈ നടപടിക്രമങ്ങളൊന്നും വേണ്ട എന്ന് വെച്ച് പൊടുന്നനെ ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ നിരവധി തവണ
ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി കാര്യോപദേശ സമിതിയിൽ ആവശ്യപ്പെട്ടു ഈ ബില്ല് ഒരു സെലക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന്. ഒരു കാരണവശാലും അയക്കില്ല എന്നുള്ള കടുംപിടുത്തമാണ് സർക്കാർ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഈ ബില്ലിനെതിരെ അതിശക്തമായി എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് പോരാടാനാണ് ഇടതുപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. പരമാവധി ക്യാമ്പയിൻ ഇല്ലാത്ത എംപിമാർ എല്ലാവരും ഹാജരാകണമെന്നാണ് കോൺഗ്രസിന്റെ ഈ കാര്യത്തിലുള്ള ഒരു നിലപാടിനെ പറ്റി താങ്കൾ എങ്ങനെയാണ്? അല്ല, കോൺഗ്രസും ഈ രംഗത്ത് പ്രക്ഷോഭത്തിന് വന്നത് സ്വാഗതാർഹമാണ്. ഇപ്പോൾ ഞങ്ങളുടെ എംപിമാരും ഞങ്ങളുടെ ലോക്സഭയിലെ നേതാവ് രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവരുടെ പ്രചരണ പരിപാടികൾ റദ്ദാക്കിക്കൊണ്ട് ഡൽഹിയിലെത്തിയിരിക്കുകയാണ്. ഡൽഹിയിൽ പാർലമെന്റിന് വെളിയിലുള്ള പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇനി ഈ ബില്ല് മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളിലും ഭാഗവാക്കാകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ FCRA എന്നുള്ളത് ആദ്യമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. 1976 ശ്രീമതി ഗാന്ധിയാണ് ഈ FCRA കൊണ്ടുവന്നത്. അതിനുശേഷം ഇത് കർക്കശമാക്കിയത് 2010 കോൺഗ്രസ് ഗവൺമെൻറ്റാണ്, UPA ഗവൺമെൻറ്റാണ്. കോൺഗ്രസ് ഗവൺമെൻറ് കർക്കശമാക്കിയതിനെ ചുവട് പിടിച്ചാണ് 2020 BJP ഗവൺമെൻറ് കർക്കശമാക്കുന്നതെന്ന് അന്ന് ഗവൺമെൻറ് പാർലമെൻറ്റിൽ ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞിരുന്നു. അതിനേക്കാൾ ഒരുപക്ഷെ കൗതുകരമായൊരു കാര്യം, പലരും വിസ്മരിക്കുന്നൊരു കാര്യം, ഇപ്പോൾ ഇത് സന്നദ്ധ സംഘടനകൾ അതുപോലെ നിരവധി മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ സ്വത്തുവകൾ കണ്ടെത്താൻ വേണ്ടിയുള്ളതാണ്. 2016 പാർലമെന്റിൽ അന്നത്തെ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഫിനാൻസ് ബില്ലിൽ ഒരു വ്യവസ്ഥ കുത്തിച്ചേർത്ത് കോൺഗ്രസ് നേതൃത്വത്തെയും BJP നേതൃത്വത്തെയും ഒരുപോലെ രക്ഷപ്പെടുത്തിയിരുന്നു. എന്തായിരുന്നു ആ രക്ഷപ്പെടുത്തലിന്റെ രഹസ്യം? FCRA വിദേശ സംഭാവന നിയമം ഇരു പാർട്ടികളും നഗ്നമായി ലംഘിച്ച് വിദേശ കമ്പനികളിൽ നിന്ന് സംഭാവന കൈപ്പറ്റിയപ്പോൾ ഇരു പാർട്ടികളുടെയും നേതൃത്വത്തിനെതിരെ അതിശക്തമായ നടപടിയെടുത്ത് ഈ സംഘടനകളുടെ ഭാരവാഹികളെ ജയിലിലടയ്ക്കണമെന്ന് ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടപ്പോൾ കോൺഗ്രസും BJPയും കൂടി ഒത്തുകളിച്ചുകൊണ്ട് ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു ഭേദഗതി പാർലമെന്റിൽ പാസാക്കിയിരുന്നു. അതിന് 40 വർഷത്തെ മുൻകൂർ കാലാവധിയും ഈ ഇരു പാർട്ടികളും ചേർന്ന് നൽകിയിരുന്നു. അപ്പോൾ ഇവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ FCRA വളച്ചൊടിക്കാം. അതേസമയം ഇന്ത്യയിൽ ദരിദ്ര വിഭാഗങ്ങൾക്ക് വേണ്ടി, ആദിവാസികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് സംഘടനകളുടെ പണവും സ്വത്തും കവരുന്നതിന് ഇവരെല്ലാവരും എന്താ പറയുക, അനുകൂലമല്ലാത്തൊരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള ഒരു വിധി വൈപരീത്യം കൂടി ഇക്കാര്യത്തിലുണ്ട് എന്ന് ഈ വേളയിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈ ഒരു ബില്ലുമായിട്ട് ഇന്നത്തെ സ്ഥിതിക്ക് മുമ്പോട്ട് പോയാൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയരും. ഇത് കേവലം ന്യൂനപക്ഷങ്ങളുടെ മാത്രമല്ല. ഇപ്പോൾ ഉത്തരേന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിച്ചൊരു വ്യക്തി എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ സഹായഹസ്തം ലഭിക്കാത്ത ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇന്ത്യയുടെ കുഗ്രാമങ്ങളിൽ ജീവിക്കുന്നുണ്ട്. അവർ വിശപ്പടക്കുന്നത് ഇതുപോലുള്ള സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനം മൂലമാണ്, അവരെ സഹായിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സംഘടനകളെ ഇതിനകം തന്നെ കേന്ദ്ര സർക്കാർ വരിഞ്ഞു മുറുക്കി കഴിഞ്ഞു. ഇതുകൂടി ആകുമ്പോഴേക്കും അത് പൂർണ്ണമായി അസ്തമിക്കും. അതായത് ക്രമീകരണമല്ല ഇവരുടെ ഉദ്ദേശം. ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കൊള്ള ചെയ്യലാണ്, റെഗുലേഷനല്ല, കോൺഫിസ്കേഷനാണ് ഈ ബില്ല് കൊണ്ടുള്ള ഉദ്ദേശം. അതിന് മറ്റൊരു മറുവശമുണ്ട്. RSSുമായി ബന്ധപ്പെട്ട നിരവധി നൂറുകണക്കിന് സംഘടനകൾക്ക് വിദേശ സഹായം വാങ്ങാനുള്ള അനുമതി പത്രം നൽകിയിട്ടുണ്ട്. അത് രഹസ്യമാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ചോദ്യത്തിന് ഏതൊക്കെ സംഘടനകൾക്കാണ് കഴിഞ്ഞ 10 വർഷക്കാലം പുതുതായി ലൈസൻസ് നൽകിയതെന്നുള്ള ചോദ്യം അനുവദിക്കാതിരുന്നത്. ഇപ്പോൾ അമേരിക്കൻ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥാപനം പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പ്രകാരം അമേരിക്കയിൽ നിന്ന് പോലും ആയിരക്കണക്കിന് കോടി രൂപ RSSന്റെ സംഘടനകൾ ശേഖരിക്കുന്നു, സ്വരൂപിക്കുന്നു. അത് 200ഓളം സംഘടനകൾക്ക് കൈമാറുന്നു എന്നുള്ള ഒരു കാര്യം കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഈ RSSനെ ഇതുപോലുള്ള അനുമതികളിൽ നിന്നും നിയന്ത്രണങ്ങളിൽ നിന്നും മോചിതമാക്കി മാറ്റിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് ആണെന്ന് കൂടി ഇവിടെ കൂട്ടി വായിക്കണം. RSSന് ഇങ്ങനെയുള്ള നിയമങ്ങൾ ബാധകമല്ല എന്നുള്ളൊരു വ്യവസ്ഥ കൂടി കോൺഗ്രസ് ഗവൺമെന്റുകൾ മുൻകാലങ്ങളിൽ ചെയ്തിരുന്നു എന്ന കാര്യം കൂടി അടിവരയിടുന്നു. ഇതാണല്ലോ, അതായത് ഒരു സാധാരണഗതിയിൽ ഒരു ബില്ല് വരുമ്പോൾ എന്താണ്,
പ്രധാനപ്പെട്ട ബില്ലുകൾ വരുന്നതിന് മുമ്പ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമായിട്ട് ചർച്ച ചെയ്യുക, പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കുക. ഇനി അതിനുശേഷം രൂപീകരിക്കുന്ന ബില്ല് കൊണ്ടുവരുമ്പോൾ അത് പ്രധാനപ്പെട്ട ബില്ലാണെങ്കിൽ ഒന്നുകിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് അയക്കുക, അല്ലെങ്കിൽ സെലക്ട് കമ്മിറ്റിക്ക് അയക്കുക. ഇന്ത്യയിൽ മുൻകാലങ്ങളിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബില്ലുകളിൽ 75% ഒന്നുകിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് അല്ലെങ്കിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടുക എന്നുള്ളത് പതിവായിരുന്നു. ഇന്ന് 15% ബില്ലുകൾ പോലും അങ്ങനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കോ സെലക്ട് കമ്മിറ്റിക്കോ അയക്കുന്നില്ല. ഇപ്പോൾ ഈ നിയമം ഇപ്പം പാർലമെന്ററി കാര്യ മന്ത്രി പറഞ്ഞതെന്ന് വെച്ചാൽ ചർച്ച പോലും ഇല്ലാതെ ഞങ്ങൾ പാസ്സാക്കും എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഒരു നിയമനിർമ്മാണത്തിൽ പാലിക്കേണ്ട ഒരു നടപടിക്രമവും ഞങ്ങൾക്ക് ബാധകമല്ല എന്നാണ് ആ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇത് ജനാധിപത്യ രാജ്യം തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇനി ആർക്കും വേണ്ടതില്ല. ഈ കോൺഗ്രസിന്റെ എംപിമാരോട് എല്ലാവരോടും ഹാജരാകാൻ പറയുകയും കെ.സി. വേണുഗോപാലും ഷാഫി പറമ്പിൽ പോലുള്ള എംപിമാർ ഇന്നത്തെ ഈ പാർലമെന്റിൽ പങ്കെടുക്കുകയും ചെയ്തില്ല. അതിനെങ്ങനെയാണ് കാണുന്നത്? എല്ലാ എംപിമാരും പോകണമെന്ന് കെ.സി. വേണുഗോപാൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കെ.സി. വേണുഗോപാൽ ഒരു എംപി അല്ലേ, അപ്പോൾ അദ്ദേഹം പോകേണ്ടതല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. പക്ഷേ കോൺഗ്രസിൻ്റെ എംപിമാർ പോകണ്ടയോ അവിടെ പോയി എന്ത് ചെയ്യണമെന്നൊന്നും ഞാൻ പറയാറില്ല. എന്താ കാരണം വെച്ചാൽ കോൺഗ്രസിന് എംപിമാരും MLA-മാരും എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 11 കോൺഗ്രസ് MLA-മാർ മാറിക്കുത്തിയിട്ടാണ്, അല്ലെങ്കിൽ കൂറുമാറിയിട്ടാണ് BJP-ക്ക് 2 എംപിമാരെ കിട്ടിയത്. അപ്പോൾ അങ്ങനെയുള്ള പ്രവണതകൾ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് ഇന്നല്ല മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള സ്ഥിതിക്ക് ഞാനിതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. അല്ല, കോൺഗ്രസിൻ്റെ ആത്മാർത്ഥത സംശയാസ്പദമാണ്. ഞാൻ പറഞ്ഞല്ലോ 2016 BJP-യും കോൺഗ്രസും നടത്തിയ കവർച്ചയെ സാധൂകരിക്കാൻ വേണ്ടിയാണ് അരുൺ ജെയ്റ്റ്ലി ഒരു ഭേദഗതി ഫിനാൻസ് ബില്ലിൽ നിർദ്ദേശിച്ച് പാസ്സാക്കിയത്. അപ്പോൾ FCRയെ സംബന്ധിച്ച് ഈ 2 പാർട്ടികൾക്കും യാതൊരു ആത്മാർത്ഥതയില്ല എന്നും അവർ ഒത്തുകളിക്കും എന്നുള്ളതല്ലേ മനസ്സിലായത്. ഇലക്ട്രൽ ബോണ്ടിൽ നടത്തിയ കൊള്ളയിൽ ഈ 2 പാർട്ടികളും ഭാഗവാക്കായിരുന്നില്ലേ? അപ്പോൾ പല അനീതികളിലും ഇവർ 2 പേരും സഹകരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കും. അതുകൂടി യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ തിരിച്ചറിയണമെന്നുള്ള ഒരു വിനീതമായ അപേക്ഷ എനിക്ക് മുമ്പോട്ട് വെക്കാനുണ്ട്. പാർലമെന്റിൽ ഞാൻ ഇക്കാര്യം വളരെ കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളതാണ്. ഉത്തരേന്ത്യയിൽ പള്ളികളും പള്ളിക്കൂടങ്ങളും ക്രൈസ്തവ ആരാധനാലയങ്ങളും തകർക്കുന്നു, ബുൾഡോസർ വെച്ച് മുസ്ലിം വീടുകൾ തകർക്കുന്നു. അതിനുശേഷം ഇവിടെ വന്നിട്ട് അരമനകൾ കയറി കേക്ക് വിതരണം ചെയ്ത് നിരങ്ങി നടക്കുന്നു. ഈ കാപട്യമൊക്കെ എല്ലാവരും മനസ്സിലാക്കുന്നില്ലേ? ഇപ്പൊ ജോർജ് കുര്യനെ പോലൊരാൾ കേരളത്തിന്റെ കത്തോലിക്ക സമൂഹത്തിന്റെ പേരിലാണ് കേന്ദ്രമന്ത്രിസഭയിൽ വന്നത്. ആ കോട്ട കാണിച്ചിട്ടാണ്. അതായത് കത്തോലിക്കരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ജോർജ് കുര്യനെ മന്ത്രിയാക്കിയ കൊള്ളാം എന്ന് BJP നേതൃത്വം കണ്ടെത്തുകയാണ് ചെയ്തത്. അല്ലാതെ BJP-യുടെ ഒരു ലേബലിലല്ല അദ്ദേഹം വന്നത്. എന്നിട്ട് പോലും ക്രൈസ്തവ ലേബലിൽ മന്ത്രിയായിട്ട് പോലും ഈ ക്രൈസ്തവർക്കെതിരെ, ന്യൂനപക്ഷങ്ങൾക്കെതിരെ, സാധാരണക്കാർക്കെതിരെ, പാവപ്പെട്ടവർക്കെതിരെയുള്ള ഈ യുദ്ധപ്രഖ്യാപനത്തോട് പുറംതിരിഞ്ഞ് നിൽക്കുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അല്പമെങ്കിലും ഉൾപ്പുള്ളവർക്ക് പറ്റുന്നതാണോ? എനിക്കറിയില്ല. അല്ല, ഈ ഒരു കാര്യത്തിൽ തെരഞ്ഞെടുപ്പിന്റെ വക്കിലായതുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ്സുകാർ വളരെ ആത്മാർത്ഥമായിട്ട് നിലകൊള്ളും. പക്ഷെ മുൻകാലങ്ങളിലുള്ള ഭേദഗതികളിൽ ഇവർ 2 പേരും FCRA ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൈകോർത്തത് ആർക്കും വിസ്മരിക്കാൻ പറ്റില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ വക്കിലായതുകൊണ്ട് വളരെ അതിശക്തമായിട്ട് പലതരത്തിലുള്ള ചില പോരാട്ട നാടകങ്ങൾ അവരുടെ ഭാഗത്തുണ്ടാവും. പക്ഷേ FCRAയുടെ നാൾ വഴികളിലേക്ക് 1976 മുതൽ നമ്മൾ സഞ്ചരിച്ച് അതിൻ്റെ ഭേദഗതികളും അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ള വിദേശ പണവും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവർക്കിടയിലുള്ള ആ ഒരു അന്തർധാര, സഖ്യം, ഐക്യം നമുക്ക് വെളിവാകും.